ജീവൻ പരിണമിക്കുന്നതായിട്ട് നമുക്ക് കാണാം. നിരന്തരമായിട്ട് മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നതാണ് ജൈവികമായിട്ടുള്ള എല്ലാ പ്രക്രിയകളും. നമ്മുടെ പരിസ്ഥിതി മാറുന്നതിന് അനുസൃതമായി ജീവനും അഡാപ്റ്റ് ചെയ്യുന്നു. ജീവന്റെ നിലനിൽപ്പ് ഉറപ്പിക്കുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പരിസ്ഥിതിക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതാണ് ജീവന്റെ ഒരു പ്രക്രിയ. എന്നാൽ നമ്മുടെ പുറത്ത് നിൽക്കുന്ന പരിസ്ഥിതിയും അല്ലെങ്കിൽ പ്രകൃതിയും ഇതുപോലെ പരിണമിക്കുന്നത് ഒന്നാണോ? ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടണമെങ്കിൽ നമ്മുടെ കാൽ കീഴിലുള്ള ഖനിപദാർത്ഥങ്ങൾ, മിനറൽസ്, അതിനെക്കുറിച്ച് നമുക്ക് ശ്രദ്ധിക്കണം. ജീവൻ എങ്ങനെയാണ് സ്പീഷ്യസുകളിലായിട്ട് നിലനിൽക്കുന്നു, ജൈവികമായിട്ടുള്ള ജാതികളായിട്ട് നിലനിൽക്കുന്നു എന്നതിന് തുല്യമായിട്ട് നമ്മുടെ പ്രകൃതിയിൽ ഖനിപദാർത്ഥങ്ങളും സ്പീഷ്യസ് ആയിട്ട് നിലനിൽക്കുന്നു. മിനറൽ സ്പീഷ്യസ് എന്നാണ് ഇതിനെ പറയുന്നത്. ഈ മിനറൽ സ്പീഷ്യസ് പരിണമിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഭൂമിയുടെ ഉൽപ്പത്തി ഏതാണ്ട് 450 കോടി വർഷങ്ങൾക്ക് മുമ്പാണ് ഉണ്ടായത്. ആ ഒരു സമയത്ത് വളരെ ചൂടേറിയതും വളരെ ഡൈനാമിക്കും ഒരുപാട് മാറ്റങ്ങൾ പെട്ടെന്നുണ്ടാകുന്ന ഒരു പരിസ്ഥിതിയിലാണ് ഭൂമി നിലനിന്നിരുന്നത്. പിന്നീട് ഭൂമി തണുക്കുകയും ഭൂമിയിൽ ജലത്തിന്റെ ലഭ്യത ഉണ്ടാകുകയും അങ്ങനെ ജീവന്റെ ഉൽപ്പത്തി ഉണ്ടാകുന്നതായിട്ടൊക്കെ നമ്മൾ ഇന്ന് കരുതുന്നു. അങ്ങനെ ഒരു ഏകകോശ ജീവിയിൽ നിന്ന് കുറച്ച് ഏകകോശ ജീവികൾ പിന്നീട് അത് കുറച്ചുകൂടി കോംപ്ലക്സ് ലൈഫ് ഫോംസ് ആയിട്ട് മാറി പല ഫൈലകളും പല സ്പീഷീസുകളുമായിട്ട് വേർതിരിഞ്ഞ് ജീവന്റെ ഒരു വലിയ കോംപ്ലക്സ് ഫിനോമിന അരങ്ങേറുന്നതായിട്ട് നമുക്ക് കാണാം. മിനറൽസും അല്ലെങ്കിൽ മിനറൽ സ്പീഷീസും ഈ ഖനിപദാർത്ഥങ്ങളും ഈ രീതിയിൽ മാറുന്നതായിട്ട് നമുക്ക് എവിടെയെങ്കിലും കാണാൻ സാധിക്കുന്നുണ്ടോ? വാസ്തവത്തിൽ മിനറൽ സ്പീഷീസും ഇവോൾവ് ചെയ്യുന്നു. ഭൂമിയുടെ ഉൽപ്പത്തി ഉണ്ടാകുന്ന സമയത്ത് ഏതാണ്ട് 200-250 ഖനിപദാർത്ഥങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ ഇന്ന് കരുതുന്നു. എന്നാൽ ഭൂമിയുടെ ആ അന്തരീക്ഷം തണുത്ത് ജലത്തിന്റെ ലഭ്യത വരുന്നതുകൂടി കൂടുതൽ ഖനിപദാർത്ഥങ്ങൾ ഉണ്ടാകുന്നു, കൂടുതൽ മിനറൽ സ്പീഷീസുകൾ ഉണ്ടാകുന്നു. ജലത്തിൽ റിയാക്ട് ചെയ്യുന്ന സ്പീഷീസുകൾ മാറിയിട്ട് ജലവുമായിട്ട് വസിക്കാൻ സാധിക്കുന്ന, ജലത്തിന്റെ ലഭ്യതയിൽ സ്റ്റേബിൾ ആയിട്ടുള്ള മിനറൽ സ്പീഷീസുകൾ ഉണ്ടാകുന്നു. പിന്നെ കുറെ കാലം കഴിഞ്ഞ് ജീവന്റെ പരിണാമം ഉണ്ടാകുന്നു. ജീവനനുസൃതമായിട്ട് ഈ മിനറൽ സ്പീഷീസുകൾ കൂടിക്കൂടി വരുന്നു. പിന്നീട് നമ്മുടെ അന്തരീക്ഷം തന്നെ ഓക്സിജനേറ്റഡ് ആവുന്നു. ഓക്സിജന്റെ അളവ് വളരെയധികം വർദ്ധിക്കുന്നു. ഓക്സിജന്റെ അളവ് വർദ്ധിക്കുമ്പോൾ ഓക്സിജന്റെ അഭാവത്തിൽ ഉണ്ടായിരുന്ന പല സ്പീഷീസുകളും ജീവൻ ജാലങ്ങളും ഇല്ലാതായിത്തീരുന്നു. ഓക്സിജൻ കൂടി നിൽക്കുന്ന അറ്റ്മോസ്ഫിയറിൽ ജീവിക്കാൻ സാധ്യമായിട്ടുള്ള പുതിയ സ്പീഷീസുകൾ ഉണ്ടാകുന്നു എന്ന രീതിയിൽ തന്നെ മിനറൽ സ്പീഷീസിലും പരിണാമം ഉണ്ടാകുന്നു. ഓക്സിജന്റെ അഭാവത്തിൽ നിലനിന്നിരുന്ന ഖനിപദാർത്ഥങ്ങൾ ഇല്ലാതാകുന്നു. ഓക്സിജനേറ്റഡ് അറ്റ്മോസ്ഫിയറിൽ നിലനിൽക്കാൻ സാധ്യമുള്ള ഖനിപദാർത്ഥങ്ങൾ പുതുതായി ഇവോൾവ് ചെയ്തു വരുന്നു, പരിണമിച്ചു വരുന്നു. അങ്ങനെ നമ്മുടെ ഭൂമി എങ്ങനെ പരിണമിക്കുന്നു, ഭൂമിയുടെ പരിസ്ഥിതി എങ്ങനെ പരിണമിക്കുന്നു എന്നതിന് അനുസൃതമായിട്ട് ജീവന്റെ പരിണാമം ഉണ്ടാകുന്നു, ജീവന്റെ സ്പീഷീസ് ഉണ്ടാകുന്നു, പലതരത്തിലുള്ള സ്പീഷീസുകൾ ഉണ്ടാകുന്നു. എന്നതുപോലെ തന്നെ ഖനിപദാർത്ഥങ്ങൾ ഭൂമിയുടെ മാറ്റങ്ങൾക്കനുസൃതമായിട്ട് പരിണമിച്ച് പുതിയ പുതിയ രൂപങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരുന്നു. ഈ ഖനിപദാർത്ഥങ്ങളെ അടയാളപ്പെടുത്തുന്നത് അതിൻ്റെ കെമിസ്ട്രിയാണ്. അതിന് ഒരു ഡിഫൈൻഡ് ലിമിറ്റ് ഓഫ് കെമിസ്ട്രി ഉണ്ട് എന്ന് മാത്രമല്ല അതിനൊരു ആന്തരികമായിട്ടുള്ള ഒരു സ്ട്രക്ചറും ഉണ്ട്. നമ്മൾ കാർബൺ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സാമാന്യമായിട്ടുള്ള ഒരു രൂപം കാർബൺ കറുത്ത നിറത്തിൽ പെൻസിലിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്രാഫൈറ്റ് പോലുള്ള ഒരു പദാർത്ഥമായിട്ട് വളരെ മൃദുവായിട്ടുള്ള ഒരു വലിയ തിളക്കമൊന്നും ഇല്ലാത്ത ഒരു പദാർത്ഥമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കാർബൺ, കൽക്കരി, ഗ്രാഫൈറ്റ് മുതലായ കാര്യങ്ങളിൽ ഇതേ കാർബൺ വലിയ സമ്മർദ്ദത്തിനും ചൂടിനും വിധേയമാകുമ്പോൾ ഇത് ഡയമണ്ട് ആയിട്ട് മാറുന്നു, വജ്രമായിട്ട് മാറുന്നു. അങ്ങേയറ്റം ബലമുള്ളതും ദൃഢമായതും തിളക്കമുള്ളതുമായ ഒരു വസ്തുവായിട്ടിത് മാറാൻ സാധിക്കുന്നു. അതിൻ്റെ കെമിസ്ട്രി കാർബൺ തന്നെ ആണ് എങ്കിലും അതിൻ്റെ ആന്തരികമായിട്ടുള്ള ഘടനയിൽ വ്യത്യാസമുണ്ടാകുന്നു. അതിൻ്റെ ക്രിസ്റ്റലോഗ്രാഫി എന്ന് പറയുന്ന ആന്തരിക ഘടന വ്യത്യസ്തമാകുന്നു. ഇതുപോലെയാണ് മറ്റ് ഖനിപദാർത്ഥങ്ങൾക്കും ഉണ്ടാകുന്ന ചേഞ്ച്. എങ്ങനെയാണോ പരിസ്ഥിതിയിൽ ജലത്തിൻ്റെ അംശം
ഓക്സിജന്റെ അംശം ഇത് കൂടുന്നതും കുറയുന്നതും അനുസരിച്ച് കെമിസ്ട്രിയിലും ആന്തരിക ഘടനയിലും മാറ്റമുണ്ടായി. അത് പല സ്പീഷ്യസിനുള്ളിലെ പല വേരിയേഷൻസ് ആയിട്ട് അത് ആദ്യം പ്രത്യക്ഷപ്പെടുന്നു. പിന്നീട് അത് വേറിട്ട് വ്യത്യസ്തമായിട്ടുള്ള സ്പീഷ്യസ് ആയിട്ട് തന്നെ മാറുന്നു. ജീവനിൽ എങ്ങനെ പരിണാമം സിദ്ധിക്കുന്നുവോ അതുപോലെ തന്നെ നമുക്ക് ഈ പ്രകൃതിയിലെ ഖനിപദാർത്ഥങ്ങൾക്കും നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു കണ്ടെത്തൽ നമ്മളെ ഇന്ന് ഇതിനൊരു യൂണിവേഴ്സൽ ലോ ഉണ്ടോ എന്നുള്ളത്, ഇതേതെങ്കിലും നിയമത്തിന് വിധേയമായിട്ട് നിൽക്കുന്ന കാര്യമാണോ എന്നുള്ളതിനെ കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നുണ്ട്. അവിടെയാണ് ദ ലോ ഓഫ് ഫങ്ഷണൽ ഇൻഫർമേഷൻ എന്നുള്ള ഒരു ഹൈപ്പോത്തിസിസ് മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് ചില ഫങ്ഷൻസിനെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ജീവനിൽ പരിണാമം ഉണ്ടാകുന്നത് പോലെ തന്നെ പ്രകൃതിയിലെ ഈ ഖനിപദാർത്ഥങ്ങളിലും ചില ഫങ്ഷൻസിനെ നിലനിർത്താൻ വേണ്ടി അനുയോജ്യമായിട്ടുള്ള രൂപങ്ങളും ഭാവങ്ങളും ഖനിപദാർത്ഥങ്ങൾക്കും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു. അപ്പൊ ഈ ലോ ഓഫ് ഇൻക്രീസിംഗ് ഫങ്ഷണൽ ഇൻഫർമേഷൻ ഇത് ഖനിപദാർത്ഥങ്ങളെ വളരെ ലളിതമായിട്ടുള്ള 250 മിനറൽസിൽ നിന്ന് ഇത് വളരെ വേരീഡ് ആയിട്ടുള്ള, കോംപ്ലക്സ് ആയിട്ടുള്ള, ഡിവേഴ്സ് ആയിട്ടുള്ള ഏതാണ്ട് 6000-ഓളം ഖനിപദാർത്ഥങ്ങളിലേക്ക് ഇന്ന് നമ്മൾ എത്തിച്ചിരിക്കുകയാണ്. അതായത് ഭൂമിയുടെ ഉൽപ്പത്തി ഉണ്ടാകുമ്പോൾ ഏതാണ്ട് 250 മിനറൽ സ്പീഷ്യസ് ആണ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് 6000-ഓളം മിനറൽ സ്പീഷ്യസിനെ അടയാളപ്പെടുത്താൻ സാധിക്കുന്നുണ്ട്. ഇത് ലോ ഓഫ് ഇൻക്രീസിംഗ് ഫങ്ഷണൽ ഇൻഫർമേഷന്റെ ഒരു തെളിവായിട്ട് ശാസ്ത്രജ്ഞന്മാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അങ്ങനെ പ്രകൃതിക്ക് അനുസരിച്ച് അഡാപ്റ്റബിലിറ്റി ഉണ്ടാക്കി ഫങ്ഷണൽ ഇൻഫർമേഷൻ കോംപ്ലക്സിറ്റി കൂടുക, ഫങ്ഷൻസിന്റെ കോംപ്ലക്സിറ്റി കൂടി അത് ഇൻഫർമേഷനായിട്ട് ശേഖരിച്ചു വെച്ച് അത് മുന്നോട്ടുള്ള ജനറേഷനിലേക്ക് പകർന്നു കൊടുത്ത് എങ്ങനെയാണോ ജീവജാലങ്ങൾ DNA-യിലൂടെ ഇത് സാധിച്ചെടുക്കുന്നു, ഇത് കെമിസ്ട്രിയിലൂടെയും ഇന്റേണൽ സ്ട്രക്ചറിലൂടെ ഖനിപദാർത്ഥങ്ങളും ഈ ഒരു പ്രക്രിയ പിന്തുടരുന്നുണ്ട്. എങ്ങനെയാണോ ലൈഫ് ഫോംസ് ഇവോൾവ് ചെയ്യുന്നത് അതിന്റെ പ്രതിരൂപം ആയിട്ട് മിനറൽ ഫോംസും ഇവോൾവ് ചെയ്യുന്നു. ലൈഫിൽ നമ്മൾ കാണുന്ന ഒരു കോംപ്ലക്സിറ്റി നമുക്ക് ഒരു പക്ഷേ ഈ അജീവമായിട്ടുള്ള വസ്തുക്കളിൽ കാണാൻ ഇല്ലെങ്കിലും അതേ ലോ, യൂണിവേഴ്സൽ ലോ, ദ ലോ ഓഫ് ഇൻക്രീസിംഗ് ഫങ്ഷണൽ ഇൻഫർമേഷൻ എന്നുള്ള ലോ ആപ്ലിക്കബിൾ ആണ് നമുക്ക് കാണാൻ സാധിക്കും. അന്യഗ്രഹങ്ങളിൽ ജീവനുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് പഠിക്കുന്നതിൽ ഇന്ന് പുതുതായിട്ട് മുന്നോട്ട് വച്ചിട്ടുള്ള മറ്റൊരു തിയറിയാണ് അസംബ്ലി തിയറി എന്നുള്ള ഒരു ഹൈപ്പോത്തിസിസ്. തിയറിയാണെന്ന് പറയുന്നെങ്കിലും ഇതെല്ലാം ഹൈപ്പോത്തിസിസ് ആണ്. അസംബ്ലി തിയറി പറയുന്നത് ജീവൻ എന്ന് പറയുന്നത് വളരെ സങ്കീർണമായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഏറ്റവും ലളിതമായിട്ടുള്ള ഏകകോശ ജീവിയിൽ ഒരു സെക്കൻഡിൽ നമുക്ക് കോടാനുകോടി രാസപ്രക്രിയകൾ നടക്കുന്നതായിട്ട് കാണാം. 100 കോടി രാസപ്രക്രിയകൾ, ഏറ്റവും ചെറിയ ബാക്ടീരിയയിൽ പോലും, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ബാക്ടീരിയയിൽ പോലും ഒരു സെക്കൻഡിൽ 100 കോടി രാസപ്രക്രിയകൾ നടക്കുന്നതായിട്ട് കാണാം. അപ്പം നമ്മുടെ കാണുന്ന അജീവ പ്രകൃതിയിൽ നിന്ന് വലിയൊരു എടുത്തുചാട്ടമാണ് നമ്മൾ ജൈവികമായിട്ടുള്ള പ്രക്രിയയിലേക്ക് വരുമ്പോഴുള്ള ആ കോംപ്ലക്സിറ്റി, അതിന്റെ സങ്കീർണത. അപ്പൊ ഈ സങ്കീർണത നമുക്ക് അജീവമായിട്ടുള്ള വസ്തുക്കളിൽ നിന്ന് ജീവവസ്തുക്കളിലേക്ക് പോകുമ്പോൾ ഈ സങ്കീർണത കൂടുന്നത് അജീവ വസ്തുക്കളിലും കാണാൻ സാധിക്കും എന്നാണ് അസംബ്ലി തിയറി പറയുന്നത്. ഒരു സിമ്പിൾ മോളിക്യൂളിൽ നിന്ന് കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള സങ്കീർണമായിട്ടുള്ള മോളിക്യൂളിലേക്ക് വരാൻ കുറച്ച് സ്റ്റെപ്പുകളുടെ ആവശ്യമുണ്ട്. ആ സ്റ്റെപ്പുകൾ കുറെ കൂടി സങ്കീർണമായിട്ടുള്ള മോളിക്യൂളിൽ വരുമ്പോൾ ആ സ്റ്റെപ്പുകൾ കൂടിക്കൂടി വരും. ഈ സ്റ്റെപ്പുകൾ കൂടുന്നതനുസരിച്ച് സങ്കീർണതയിലേക്ക് പോകുന്ന സ്റ്റെപ്പുകളുടെ ഏറ്റം അത് കൂടിക്കൂടി വന്നാണ് ജൈവികമായിട്ടുള്ള ഒരു സ്ഥിതിയിലേക്ക് എത്തുന്നത് എന്നാണ് അസംബ്ലി തിയറി പറയുന്നത്. അപ്പൊ ഈ കോംപ്ലക്സിറ്റിയുടെ ഒരു ആരോ ഓഫ് പ്രോഗ്രഷൻ നമ്മൾ പിന്തുടർന്നു കഴിഞ്ഞാൽ അജീവമായിട്ടുള്ള വസ്തുക്കളിൽ നിന്ന് ജൈവികമായിട്ടുള്ള വസ്തുക്കളിലേക്ക് എത്തുന്ന ഒരു യൂണിവേഴ്സൽ തിയറി നമുക്ക് കാണാൻ സാധിക്കും എന്നാണ് അസംബ്ലി തിയറി പറയുന്നത്. ജൈവിക പ്രക്രിയകളും അജീവ പ്രക്രിയകളും ഒരു ഫണ്ടമെന്റൽ റൂളിന് അനുസൃതമായിട്ടാണ് നീങ്ങുന്നത്. അത് പരിണമിച്ചു വരുന്നു. എങ്ങനെയാണോ ഖനിപദാർത്ഥങ്ങൾ പരിണമിച്ചു വരുന്നത് പോലെ ഈ പ്രപഞ്ചം തന്നെ അത്തരത്തിലുള്ള ഒരു കോംപ്ലക്സ് ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് പരിണമിച്ച് മാറുന്നു എന്നാണ് ഈ ചിന്തകൾ നമുക്ക് നമ്മുടെ മുന്നിൽ വയ്ക്കുന്നത്. അപ്പൊ ഇത് ഭൂമിയിൽ മാത്രം നടക്കുന്ന ഒരു പരിണാമമല്ല. പ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശാലമായിട്ട് കിടക്കുന്ന ഒരു യൂണിവേഴ്സാണ്, ഒരു പ്രപഞ്ചമാണ്. കോടാനുകൂടി നക്ഷത്രങ്ങൾ, ഗാലക്സികൾ, ബ്ലാക്ക് ഹോൾസ് തുടങ്ങി പലതും ഉൾക്കൊള്ളുന്ന ഈ പ്രകൃതി തന്നെ
ഇത്തരം ഒരു പരിണാമത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്നു എന്നാണ് ലോ ഓഫ് ഇൻക്രീസിംഗ് ഫങ്ഷനാലിറ്റിയും അസംബ്ലി തിയറി പോലുള്ള പുതിയ ചിന്തകൾ നമ്മുടെ മുന്നിൽ വയ്ക്കുന്നു. അങ്ങനെ അജീവമായതും ജൈവികമായതുമായിട്ടുള്ള പ്രകൃതിയുടെ വ്യത്യാസം തന്നെ ഇല്ലാതാക്കുന്ന ഫണ്ടമെന്റൽ ആയിട്ടുള്ള റൂൾസ്, അടിസ്ഥാനപരമായിട്ടുള്ള ചില നിയമങ്ങൾ ഭൂമിയിൽ നിലനിൽക്കുന്നു എന്നുള്ളത് നമ്മൾ ഇതിനു മുമ്പും നമുക്ക് അതിൽ അതിശയമില്ലാത്ത കാര്യമാണ്. ഗ്രാവിറ്റി നിലനിൽക്കുന്നുണ്ട്, പലതരത്തിലുള്ള നാച്ചുറൽ ഫോഴ്സസ് നിലനിൽക്കുന്നുണ്ട്, തെർമോഡൈനാമിക്സ് പോലുള്ള നിയമങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇത് അജീവമായിട്ടുള്ള പ്രകൃതിയെയും ജൈവികമായിട്ടുള്ള പ്രകൃതിയെയും ഒന്നിപ്പിക്കുന്നു എന്ന് പറയുന്നതിലാണ് പുതിയ മുന്നേറ്റങ്ങൾ എന്നുണ്ടാകുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ കൈകൾ രണ്ടും മിറർ ഇമേജുകളാണ്. ഒന്നിന്റെ മിറർ ഇമേജാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇടത്തെ കൈയുടെ മുകളിൽ വലത്തെ കൈ വയ്ക്കാൻ പറ്റില്ല, അത് മാച്ച് ആകില്ല. കാരണം ഇതിനെ മിറർ ഇമേജ് ആയതുകൊണ്ട് ഇത് ഇങ്ങനെ ചിരാലിറ്റി എന്ന് പറയും, ഹാൻഡ്നെസ്. ജൈവികമായിട്ടുള്ള നമ്മുടെ മോളിക്യൂൾസ് അതെല്ലാം ഈ ഫോർമുല, ഈ ഹാൻഡ്നെസ് എന്ന് പറയുന്ന ഒന്നുകിൽ ലെഫ്റ്റ് ഹാൻഡ് അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് എന്നുള്ള ആ ഒരു സ്ട്രക്ചറെ ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മളെ അമിനോ ആസിഡ്സ് എല്ലാം തന്നെ ലെഫ്റ്റ് ഹാൻഡ് മോളിക്യൂൾസ് ആണ്. അതേസമയം നമ്മുടെ ഷുഗേഴ്സ് എല്ലാം റൈറ്റ് ഹാൻഡ് മോളിക്യൂൾസ് ആണ്. എങ്ങനെയാണ് ഇത് ലെഫ്റ്റ് ഹാൻഡ്നെസ്സും റൈറ്റ് ഹാൻഡ്നെസ്സും ഒക്കെ ആർജിച്ചത്? അതിന്റെ ഉത്തരവും ഒരുപക്ഷെ ഈ ഖനിപദാർത്ഥങ്ങളിൽ കിടക്കുന്നു. ചില ഖനിപദാർത്ഥങ്ങൾ മാഗ്നറ്റിക് ആണ്. മാഗ്നറ്റൈറ്റ് പോലുള്ള ചില പദാർത്ഥങ്ങൾക്ക് അതിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിൽ നിന്നാണ് ഈ ചിരാലിറ്റി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഹാൻഡ്നെസ്, ഇടതുപക്ഷം വലതുപക്ഷം എന്നുള്ള ആ ഒരു സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതി ജൈവിക പദാർത്ഥങ്ങൾക്കുള്ള ഉണ്ടായത് എന്നാണ് ഇന്ന് ഗവേഷകർ കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു കാര്യം. അപ്പോൾ പ്രകൃതിയും നമ്മളും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം, ആ വ്യത്യാസം നേർത്ത് വരികയാണ്. എന്തെല്ലാം പ്രതിഭാസങ്ങളാണ് നമ്മൾ പുറത്ത് കാണുന്നത്, അതേ പ്രതിഭാസങ്ങൾ നമുക്ക് നമ്മുടെ ശരീരത്തിനുള്ളിലും നമ്മുടെ കോശങ്ങളിൽ ഉള്ളിലും എല്ലാം കാണാൻ സാധിക്കും. പ്രപഞ്ചത്തിന്റെ ശൃംഖല തന്നെ നമ്മുടെ ബ്രെയിനിൽ ഉള്ള ന്യൂറൽ നെറ്റ്വർക്കിന് സമാനമാണ് എന്ന് നമ്മളിവിടെ ആവർത്തിച്ച് പറയുകയുണ്ടായി. അത് തന്നെ വലിയൊരു സൂചനയാണ്. കോസ്മിക് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് വലിയൊരു സൂചനയാണ്. ഒരു യൂണിവേഴ്സൽ ലെവൽ ഓഫ് ഇന്റലിജൻസ്, ഒരു യൂണിവേഴ്സൽ ലെവൽ ഓഫ് എവല്യൂഷനും എല്ലാം സാധിക്കുന്നു എന്നുള്ളതിൻ്റെ എല്ലാം ഈ കാര്യങ്ങൾ ഒരൊറ്റ യൂണിഫൈഡ് പ്രപഞ്ചത്തിൻ്റെ, ഏകീകൃതമായിട്ടുള്ള ഒരു പ്രപഞ്ചത്തിൻ്റെ മോഡലിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും എന്നുള്ളതിൽ സംശയമില്ല. ഇനി വരുന്ന പഠനങ്ങൾ ആ രീതിയിൽ നമുക്ക് സൂചനകൾ തരും എന്ന് നമുക്ക് ചിന്തിക്കാം.